നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 786th day. Today 8th sloka of Pradhamaskandam, 8th chapter. For details please see the description box. ഇന്ന് ശ്രീമദ് മഹാഭാഗവതം ഒരു ദിവസം ഒരു ശ്ലോകം 786 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ, കൃഷ്ണം വന്ദേ വ്രജപ്രിയം, കൃഷ്ണം ദ്വൈപായനം വന്ദേ, കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി, മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി, കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകം. ശ്ലോകം. ഗന്ധും കൃതമതിർബ്രഹ്മൻ ദ്വാരകാം രഥമാസ്ഥിത, ഉപലേഭേഭിധാവന്തി ഉത്തരാം വയവിഹ്വലാം. ഓം തത്സത്. ഗന്ധും കൃതമതിർബ്രഹ്മൻ ദ്വാരകാം രഥമാസ്ഥിത, ഉപലേഭേഭിധാവന്തി ഉത്തരാം വയവിഹ്വലാം. ഓം തത്സത്. പദം പിരിക്കേണ്ടത് ഗന്ധും കൃതമതിർ ബ്രഹ്മൻ ദ്വാരകാം രഥം ആസ്ഥിത, ഉപലേഭേ അഭിധാവന്തി ഉത്തരാം ഭയവിഹ്വലാം. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ഗന്ധും എന്ന് പറഞ്ഞാൽ ഗമിക്കാനായിക്കൊണ്ട്, പോകാനായിക്കൊണ്ട്. കൃതമതി മനസ്സിൽ നിശ്ചയിച്ച്, ബ്രഹ്മൻ ബ്രാഹ്മണോത്തന്മാർ അല്ലയോ ബ്രഹ്മനെ, അതായത് ആ ശൗനകാദികളെ സൂതൻ വിളിക്കുകയാണ്. ഹേ ബ്രാഹ്മണോത്തമ, ഗമിക്കാനായിക്കൊണ്ട് മനസ്സിൽ ഉറപ്പിച്ച് ദ്വാരകയിലേക്ക് രഥമാസ്ഥിത പോകാനായിക്കൊണ്ട് രഥത്തിൽ കയറിയിരുന്ന ഉപലേഭേ കണ്ടു, ഭഗവാൻ കണ്ടതാണ് പറയുന്നത്. ഉപലേഭേ കണ്ടു, അഭിധാവന്തി നേരിട്ട് ഓടിവരുന്ന, ഉത്തരയെ ഭയവിഹ്വല ഭയത്തോടുകൂടി. അതായത് ഗന്ധും കൃതപതിർ ബ്രഹ്മൻ ദ്വാരകയിലേക്ക് പോകാനായിക്കൊണ്ട് മനസ്സിൽ ഉറപ്പിച്ച് രഥത്തിൽ കയറി ഇരുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ പേടിച്ച് പരവശിയായിട്ട് ഓടി വരുന്നവളായിട്ടുള്ള ഉത്തരയെ കണ്ടു. അല്ലയോ ബ്രാഹ്മണോത്തമന്മാരെ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ എങ്ങനെയാണ് പോകാൻ പുറപ്പെട്ടത് എന്ന് പറയുകയാണ്. പാണ്ഡവന്മാരോടും യാത്ര പറഞ്ഞ് സാത്വികി, ഉദ്ധവർ എല്ലാവരോടും ചേർന്ന് എല്ലാവരാലും പൂജിക്കപ്പെട്ട, എല്ലാവരെയും പൂജിക്കുന്ന ആ ശ്രീകൃഷ്ണ ഭഗവാൻ, 2 ശ്ലോകത്തിൻ്റെയും അർത്ഥം ഒരുമിച്ചാണ് വരുന്നത്. ആ ശ്രീകൃഷ്ണ ഭഗവാൻ രഥത്തിൽ കയറിയിരുന്ന് ദ്വാരകയിലേക്ക് പോകാനായി മനസ്സുറപ്പിച്ച് രഥത്തിൽ കയറിയിരുന്ന് പോകാനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഉത്തര, അഭിമന്യുവിൻ്റെ ഭാര്യയായിട്ടുള്ള ഉത്തര പേടിച്ച് വിറച്ച് നേരിട്ട് ഓടി വരുന്നവളായിട്ട് ഭഗവാൻ കണ്ടു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഉത്തരാദേവി അഭിമന്യുവിൻ്റെ പത്നിയാണ്. സുഭദ്രയിൽ, ശ്രീകൃഷ്ണ ഭഗവാന്റെ സഹോദരിയായ സുഭദ്രയിൽ അർജുനനുണ്ടായ പുത്രനാണ് അഭിമന്യു. ആ അഭിമന്യുവിൻ്റെ ഭാര്യയായിട്ടുള്ള ഉത്തരയാണ് ഇപ്പോൾ ആ യുദ്ധമൊക്കെ കഴിഞ്ഞ് അശ്വത്ഥമാവിനെ
ദ്രോഹിച്ച് അശ്വത്ഥമാവിൻ്റെ തലയിലുള്ള രത്നത്തെ പിഴുതെടുത്ത് വധിക്കാതെ അശ്വത്ഥമാവിനെ പ്രതികാരവാഞ്ചിയായിട്ടുള്ള അശ്വത്ഥമാവിനെ വിട്ടയക്കുകയാണ് ഉണ്ടായത്. അപ്രകാരം വിട്ടയച്ച അശ്വത്ഥമാവ് വീണ്ടും ചെയ്യുന്ന കൊടും ക്രൂരതയാണ് നാം ഇപ്പോൾ അടുത്ത ശ്ലോകങ്ങളിലായിട്ട് പാരായണം ചെയ്യാൻ പോകുന്നത്. ആ ഉത്തരാദേവി ഭഗവാൻ പോകാനായി ഒരുങ്ങി രഥത്തിൽ കയറിയിരിക്കുമ്പോഴേക്കും പേടിച്ച് വിവശയായിട്ട് വളരെ വേഗത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് ഓടി വരുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ അധ്യായത്തിലാണ് ഉത്തരാദേവിയുടെ ഭഗവാനോടുള്ള പ്രാർത്ഥനയും അതിപ്രശസ്തമായിട്ടുള്ള കുന്തി ദേവിയുടെ സ്തുതിയും വരുന്നത്. അടുത്ത ശ്ലോകങ്ങളിലായിട്ട് ആ കുന്തി സ്തുതിയും ഉത്തര ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും കുന്തി ദേവിയുടെ മഹത്തായ സ്തുതിയുമൊക്കെയാണ് ഇനി പാരായണം ചെയ്യാനുള്ള ഭാഗങ്ങൾ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഒരിക്കൽ കൂടി. ഗന്ധും കൃതമതിർബ്രഹ്മൻ ദ്വാരകാം രഥമാസ്ഥിത ഉപലേഭേഭിധാവന്തി ഉത്തരാം ഭയവിഹ്വലാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീത രാജൻ. Thank you for watching. All the best. Have a very, very nice day. God bless you. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.